നമസ്കാരം. മിൽമ രുചിമേളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും ഓണമാണ്, പായസമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. പല തരത്തിലുള്ള പായസമുണ്ട്. അതൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഓണം അല്ലേ. ഓരോ ദിവസവും 10 ദിവസം ഓരോ പായസം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി അല്ലേ. എന്തായാലും നിങ്ങൾ അതുപോലെ നല്ല നല്ല പായസമൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അടിപൊളി റെസിപ്പിക്കായിട്ട് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് സീരിയൽസിലൂടെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ആക്ട്രസ് ആണ്. സീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ACVയുടെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ, അതുപോലെ ഏഷ്യാനെറ്റിൽ കാതോട് കാതോരം, ചട്ടമ്പി പാറു, ഇങ്ങനെയുള്ള സീരിയൽസിലൊക്കെ നമ്മുടെ മുന്നിൽ സീരിയൽസിലൂടെ നമ്മുടെ മുന്നിലോട്ട് വന്ന ശില്പയാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ശില്പ, മിൽമ രുചിമേളത്തിലേക്ക് സ്വാഗതം. ഹലോ, ഹായ്, ഹാപ്പി ഓണം. സോ ഇന്നതേ 2 ശില്പമാരാണ്, ശില്പ 1, ശില്പ 2 അല്ലേ? അതിപ്പോൾ ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ശില്പയുള്ളത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കുറച്ച് നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശില്പ. വേറൊന്നുമല്ല, ശില്പ ഏഷ്യാനിൽ കാതോട് കാതോരം എന്ന് പറയുന്ന സീരിയൽ ചെയ്ത സമയത്ത് ഞാനാണ് ശില്പയ്ക്ക് വോയിസ് കൊടുത്തത്. ഇവിടെ വന്നിട്ടാണ് ശില്പ അറിയുന്നത്. പക്ഷെ ഞാൻ ഡെയിലി സ്ക്രീനിൽ ഓരോ മൂവ്മെൻറ്റും ലിപ് മൂവ്മെൻറ്റും ഒക്കെ നോക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു. എനിക്കും അതുപോലെ തന്നെ, കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കാതോട് കാതോരത്തിൽ കാഞ്ചനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ആളെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം കാഞ്ചന ക്യാരക്ടറിലോട്ട് ഞാൻ പോയി. ശില്പ, ശരിക്കും ഇന്ന് എന്ത് പായസം നമുക്ക് ഉണ്ടാക്കി തരാമോ? ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇളനീർ പായസം ഉണ്ടാക്കാം. ഇളനീർ പായസം, ഓക്കെ, അടിപൊളി. യമ്മി ആയിരിക്കും തോന്നുന്നു, അറിയില്ല. തോന്നുന്നല്ല, ഉറപ്പായിട്ട്. ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ സത്യം പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഇല്ല, പക്ഷെ അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കും. ആര് പഠിപ്പിച്ചു തന്നു? അമ്മ പഠിപ്പിച്ചു തന്നു, റെസിപ്പി പറഞ്ഞു തന്നു. അതിവിടെ വന്ന് പരീക്ഷിക്കാണ്. എന്നാലും പരീക്ഷിച്ചിട്ട് കൊള്ളാമോന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, കൊള്ളായിരിക്കും. ഓക്കെ, അതാണ് സ്പിരിറ്റ്. എന്തായാലും നമുക്കിന്ന് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്? അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 5-6 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടത് 1.5 ലിറ്റർ പാല് വേണം, കുറച്ച് ഏലക്കാപ്പൊടി വേണം, മിൽക്ക് മെയ്ഡ് വേണം, തേങ്ങാപ്പാൽ വേണം, പിന്നെ പഞ്ചസാര വേണം, പിന്നെ ടെൻഡർ കോക്കനട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്, അതായത് ഒരു ചോപ്പ് ചെയ്തത്, പിന്നെ നമുക്ക് ടെൻഡർ കോക്കനട്ട് തന്നെ അരച്ചതും വേണം. ഓക്കെ, പിന്നെ നെയ്യ് വേണം. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് സാധനമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അല്ലേ, ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം 1.5 ലിറ്റർ പാല് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏത് പാലാണ് എടുക്കുന്നത്? നമ്മുടെ മിൽമയുടെ പാൽ അല്ലേ. മിൽമ എന്ന് പറയുമ്പോൾ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ. എന്നും രാവിലെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ഉണരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 കവർ. ഓക്കെ, ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഉള്ളതൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് കുറച്ച് ഇപ്പൊ നമ്മൾ ഒഴിച്ചതല്ലേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഷുഗറും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പാൽ ഇങ്ങനെ തിളച്ച് വരുവാണ്. അതെ, കുറച്ച് സമയം എടുത്ത് തിളച്ച് വരാൻ വേണ്ടിട്ട്. കുറച്ച് 1.5 ലിറ്റർ പാലുണ്ടല്ലോ അല്ലേ. അതെ. അപ്പൊ ഇവിടെ 1.5 ലിറ്റർ പാലിന് നമ്മൾ ഒരു 200 ഗ്രാം ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് താല്പര്യം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം അല്ലേ. പഞ്ചസാര ഇടാം അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. കാരണം നമ്മൾ പിന്നീട് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് മധുരം ഉണ്ട്. അതെ. അപ്പൊ നമുക്ക് മധുരം നോക്കിയിട്ട് ഇടാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ 1.5 ലിറ്റർ പാലെടുത്തത് കൊണ്ട് തന്നെ ഇതൊരു വറ്റി ഒരു 3/4 അല്ലെങ്കിൽ 1 ലിറ്റർ ആകണം. അത്ര നേരം നമ്മളിത് വറ്റിക്കണം. നല്ല രീതിക്ക് അത് മെൽറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കാരണം ഷുഗർ ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വറ്റിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഇപ്പോൾ സീരിയലിലോട്ട് വന്നു അല്ലേ. അപ്പൊ ശരിക്കും എങ്ങനെയായിരുന്നു ഫസ്റ്റ് എൻട്രി? ആദ്യം ഇഷ്ടമായിരുന്നു ആക്ടിങ്? എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? ശരിക്കും എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്ലോർ വളരെ സ്പെഷ്യലാണ്. പിന്നെ തിരിച്ച് ഇങ്ങനെ ഒരു രീതിക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഇവിടെ വെച്ചാണ് എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ നടക്കുന്നത്. ദൈവാധീനം കൊണ്ട് സെലക്ട് ആയി. അങ്ങനെയാണ് എൻട്രി അല്ലേ. തന്നെ ലേഡീസ് ഹോസ്റ്റലിൽ ആദ്യമായിട്ട് അഭിനയിച്ചല്ലേ. അതെ. ഓക്കെ, അതിന് ശേഷമാണ് പിന്നെ ഏഷ്യാനെറ്റിലെ സീരിയലിലോട്ട് പോയത്. അപ്പൊ അതിലൊക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണ് ഇതുവരെ ചെയ്തത്? എനിക്ക് ഏറ്റവും സ്പെഷ്യൽ, ഓരോന്നും ഓരോ രീതിക്ക് എനിക്ക് സ്പെഷ്യൽ ആണെങ്കിലും
എപ്പോഴും എനിക്ക് കുറച്ച് ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ കാതോട് കാതോരത്തില് കാഞ്ചന എന്ന് പറയുന്ന അതാരാ ഡബ് ചെയ്തത്? ഞാനാ എനിക്ക് സ്പെഷ്യലാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതായത് കൂടുതലും സാരി, ഹാഫ് സാരി ഇതൊക്കെയാണ് ഇടുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും മറ്റേ കംഫർട്ട് വെയർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ചുരിദാർ അല്ല, കാഷ്വൽസ് ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ എങ്ങനെയാണ് ആ ഡ്രസ്സൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ ഡെയിലി വെയർ ആയിട്ട് സാരി ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അത് ഷൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഡെയിലി തന്നെ ഒരു 13 ഫ്രഷ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഡയറക്ടറിന്റെ കാല് പിടിച്ച് ചുരിദാറിലോട്ട് വയ്യ മാറി. അങ്ങനെ അപ്പൊ പക്ഷെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സാരീസും ധാവണിയും ഒക്കെ ഉണ്ടല്ലേ അതിലിട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം പറ്റിയെന്ന് തോന്നുന്നു ചേർക്കാം അല്ലേ? അപ്പൊ ഇനി ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡ്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഓക്കെ, നമുക്കൊരു 3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഓക്കെ. മുന്നേ കഴിച്ചിട്ടുണ്ടോ ഇളനീർ പായസം? ഇല്ല, ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇളനീർ പായസം കഴിച്ചിട്ടേ ഇല്ല. സോ അതുകൊണ്ട് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ്. ശരി, കണ്ടില്ലേ? ഓക്കെ, ഏകദേശം അമ്മ പറഞ്ഞു തന്ന പോലെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? അതെ അതെ, ഏകദേശം ഇതുവരെ വളരെ കറക്റ്റ് ആണ്. ഓക്കെ, അമ്മയും കൂടെ കൊണ്ടുവരായിരുന്നു നമ്മുടെ ഒരു കോൺഫിഡൻസിന്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, പഠിക്കുന്നതും പഠിത്തവും അതുപോലെ ഈ സീരിയൽ ഷൂട്ടും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഡേയ്സ് ഒക്കെ? അത് ഞാനിപ്പോ അറ്റ് എ ടൈം ഒരു വർക്ക് മാത്രമായിരിക്കും കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി ടൈം പഠിക്കാൻ കിട്ടും അല്ലെ? അപ്പൊ ഒരുപാട് ബിസി ആവത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ഈ നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ ശ്രദ്ധിച്ച ക്യാരക്ടറും ഈ കാഞ്ചനയുടെ തന്നെയാണ്. അപ്പം ഈ കുറച്ച് വില്ലത്തിയാണല്ലോ, നെഗറ്റീവ് റോളാണല്ലോ. പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് സീരിയൽസ് നമുക്കറിയാം ആൾക്കാരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് അമ്മമാരും ഒക്കെ. അപ്പൊ അവര് ആ സീരിയൽ കാണുന്ന അതേ ഒരു ഇതിലായിരിക്കും വന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ വില്ലത്തി ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. എന്താ എക്സ്പീരിയൻസ് എന്താ? പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഞാൻ കാണാറുണ്ട്, കുറച്ച് കൂടുതലാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ തന്നെ പറയാറുണ്ട് അവരെ ഉപദ്രവിക്കും, എന്താടി അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാരും എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ശരിക്കും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ എന്ത് പ്രോജക്റ്റ് ആണ് താല്പര്യം? എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ ഒരു നായികയൊക്കെ. ആ ഒരു ആഗ്രഹം ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഫഷൻ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതാണ് ആഗ്രഹം. അല്ലാണ്ട് ഒരു ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പം അതിന്റെ പ്രിപ്പറേഷനിലാണ്. അതെ, ജോലിയും വേണം, അതിന്റെ കൂടെ തന്നെ നമ്മുടെ പാഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇതിൽ ഇനി അടുത്ത ചേർക്കാം അല്ലേ? 5 minutes കഴിഞ്ഞു. അപ്പം നമുക്കതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഫൈനായിട്ടാണ് അരച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത്രയും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിവിടെ ഫുൾ പേസ്റ്റ് ആയിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൊത്തം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് വാങ്ങി അത് നന്നായിട്ട് ഫൈനായിട്ടോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മുടെ അടപ്പായസമൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ മാത്രം ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. രണ്ടും രണ്ടായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതെ, കൈ കഴിക്കുന്നല്ലേ ചെറുതായിട്ട്. ഓക്കെ, ഇതിങ്ങനെ യോജിച്ച് വരുന്നതിലാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് പണിയെടുക്കുക. അതാണ് മെയിൻ, ഇളക്കുന്നതാണല്ലോ മെയിൻ. അതെ, ഇത് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടില്. ട്രൈ ചെയ്ത് നോക്കും ഞാൻ. ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സ്വഭാവം കഴിച്ചിട്ട് പറയാം. എന്തായാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഇതുവരെ കറക്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ലേ? അതാണ്. ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉള്ളൂ നമുക്ക് ആക്ച്വലി ചെയ്യാനില്ലേ? ആക്ച്വലി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, സിമ്പിളുമാണ്, പക്ഷെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, അത്രേ ഉള്ളൂ. അതെ, ഈ പാല് വറ്റി വരാനുള്ള, മിക്സായി വരാനും വറ്റി വരാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് മീൻസ് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. കുക്ക് ചെയ്യോ എങ്ങനെയാണ്? അതെ അതെ,
കുക്ക് ഇല്ല ഇല്ല അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇല്ല, വളരെ കുറവാണ്. വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ തോന്നി ചെയ്താലേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ കഴിക്കാൻ മിടിക്കുകയാണ്. ഇവിടെ എങ്ങനെയാ? കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താ ചേർക്കണ്ടേ? ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇളനീർ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഇങ്ങനെ ഒരു എന്താ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു അല്ലേ? അതെ അതെ, കടിക്കാൻ വേണം, കുടിക്കാനും വേണം, അതാണ് പായസം. അതെ. മണം വരുന്നുണ്ട്, മണം വരുന്നുണ്ട് ഗൈസ്. ആ ഒരു ഇളനീരിന്റെയും പാലിന്റെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഈ ക്രഷ് ചെയ്ത് ഇളനീരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ചിലപ്പോ കട്ടിയായി പോകും, ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അത് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ. അപ്പൊ വേറെ എന്താണ് സദ്യയില് ഏറ്റവും ഇഷ്ടം എന്താണ് ഡിഷ്? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പായസം? എനിക്ക് പാലട അങ്ങനത്തെയൊക്കെയാ ഇഷ്ടം. പാല് അടങ്ങിയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം ശർക്കര പായസത്തിനെക്കാട്ടിലും. ഇതും എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി? വീട്ടിൽ തന്നെയാണോ? തിരുവോണം എപ്പോഴും ഇല്ല, തിരുവോണം എപ്പോഴും വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഒന്നാം ഓണം മൂന്നാം ഓണം ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഷൂട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഓണക്കോടിയൊക്കെ എങ്ങനെ എടുത്ത് തരൂ? എടുത്ത് കൊടുക്കൂ? എടുത്തു കൊടുക്കൂ. ഇപ്പൊ ഏണിംഗ് മെമ്പർ ആണല്ലോ, എടുത്തു കൊടുക്കും. കിട്ടാറുണ്ട്, ഫാമിലി അമ്മ അച്ഛനൊക്കെ എടുത്തു തരാറുണ്ട് അങ്ങനെ. പക്ഷെ ശരിക്കും പണ്ടത്തെ ഓണമാണ് കുറച്ചുകൂടി, കാരണം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ 2 തവണയൊക്കെ അല്ലേ ഡ്രസ്സ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഫോൺ എടുക്കുന്നു, ഓർഡർ ചെയ്യുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വരുന്നു. ഓണക്കോടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല, അത് സത്യം കേട്ടോ. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരുപാട് വേണ്ട. ഓക്കെ, ഇനി ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ഉള്ളൂ, തേങ്ങാപ്പാലും പിന്നെ നെയ്യും. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും ചൂടാക്കുന്നുണ്ടോ ഇത്? ഇല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കരുത്. അപ്പൊ അത് ഒഴിച്ച് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ തീ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ആക്ച്വലി ഈ പായസം നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാകും, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാനാണ്. ഇനി അത് തണുപ്പ് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചർ വെച്ചിട്ട് കൊടുക്കാം, അങ്ങനെ കഴിക്കാം. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ പായസത്തിന്റെ പ്രത്യേകത എന്താണെന്ന്, സാധാരണ നമ്മൾ ഇപ്പൊ പാല് അങ്ങനെ അടങ്ങിയ പായസം ആണെങ്കിൽ പാല് മാത്രമേ ചേർക്കുള്ളൂ. ശർക്കര പായസം ആകുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കും. ഇതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? തേങ്ങാപ്പാലും ഉണ്ട്, പാലും ഉണ്ട്. ശർക്കര പായസം ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പായസത്തിലാണല്ലോ കൂടുതലും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. നമ്മുടെ പാലട അറിയില്ല, എനിക്ക് കുറച്ചുകൂടെ അറിയാം ഗൈസ്. അതെ, ഇതിലിപ്പോ നമ്മള് സാധാരണ ഈ പറഞ്ഞ പോലെ ശർക്കര പായസത്തിലാണ് തേങ്ങാപ്പാല് വരുന്നത് അല്ലേ? അതെ അതെ, ഇനിയിപ്പോ അങ്ങനെയൊക്കെ അങ്ങ് പറയാം. ഇതിലിപ്പോ നമ്മള് ശർക്കര വരുന്നില്ല, പക്ഷെ നമ്മള് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പായസമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഇതുവരെ കാണാത്ത? അങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല. ഇല്ല, ആ റിസ്ക് എടുക്കുന്നത് ഇപ്പോഴാണ്, ആദ്യമായിട്ടാണ്. ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ടോ ഒരു തവണ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ പായസം ഉണ്ടാക്കി. എല്ലാരും ഉണ്ടാക്കുന്നതാ, ഞാൻ പക്ഷെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, കൊച്ചായിരുന്നു. അപ്പൊ അമ്മ പുറത്ത് പോയിരുന്ന സമയത്ത് ഞാൻ കാര്യമായിട്ട് പൈനാപ്പിൾ ഒക്കെ അരച്ച് ഉണ്ടാക്കി, പക്ഷെ സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അടിപൊളി. വേസ്റ്റ് ആയില്ല. ഇനി ആഡ് ചെയ്യാമോ? ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. കാരണം ഇപ്പം നമ്മൾ നല്ലത് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഈ ചൂടിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട. ഇത് നമുക്ക് കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് ചൂടൊന്ന് ബാലൻസ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഒഴിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് ഗീ കുറച്ച് ആഡ് ചെയ്യാം. നല്ലൊരു മണം വന്നു. നെയ്യിൻ്റെ മാത്രമല്ല, ഞാൻ ആ പായസത്തിൻ്റെ മണം പുറത്തോട്ട് വരുന്ന നെയ്യ് ഇടുന്നത്. നമ്മൾ മിൽമയുടെ അല്ലേ, മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? മിൽമയുടെ നെയ്യ്, മിൽമയുടെ പാല് എല്ലാം ശരിക്കും തന്നെ വേറെ ടേസ്റ്റ് ആയി. പായസം ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇൻഗ്രീഡിയൻസ് തന്നെ മിൽമയുടേതായപ്പോ ടേസ്റ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതെ അതെ. ഇനി ഒന്നുമില്ലല്ലോ, ഇനി ഉണ്ടോ? ഇനി നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങാപ്പാല്. എനിക്കൊന്ന് ഇപ്പൊ തന്നെ വേണമെങ്കിൽ കുടിക്കാറുള്ള അവസ്ഥയായി. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു സ്പൂൺ എടുത്തിട്ട് പോയല്ലേ. ഇവിടെ ആയോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാ പായസത്തിലും നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, കാഷ്നട്ട് ഗീയിൽ റോസ്റ്റ് ചെയ്ത് ഇടാറുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. ഇതിൽ നമ്മൾ അങ്ങനെ ഇടുന്നില്ല, അങ്ങനെയില്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
കണ്ടും മണത്തും. കണ്ടും മണത്തും. ഓക്കെ ഓക്കെ. ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ ടെൻഡർ കോക്കനട്ട് ഇവിടെ റെഡി. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. തുടങ്ങിയപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷെ ലുക്ക് വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ലുക്കില് 10 മാർക്ക് 10 ഉണ്ട്. ഇനി കഴിച്ചിട്ട് പറയാം 10 ആണോ 11 ആണോ എന്ന് കഴിച്ചിട്ട് മാത്രം നിങ്ങൾ പരീക്ഷിച്ചാൽ മതി കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ? സദ്യ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഓണത്തിനപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ, പ്ലാനിങ്? വീടുകൾ കയറി സദ്യ കഴിക്കുക. ഒരു ദിവസം സ്വന്തം വീട്ടിൽ നിന്ന് ബാക്കി നമ്മൾ 4 ദിവസം മിനിമം സദ്യ കഴിച്ചിരിക്കണം. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ. ഫൈനലി നമ്മുടെ പായസം കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആക്ച്വലി ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റിൽ വേണമെങ്കിൽ ചൂടാറിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? അതെ, എൻ്റെ സമയമായിരിക്കുകയാണ്. ആർ യു എക്സൈറ്റഡ്? യെസ്, ഐ എം റിയലി എക്സൈറ്റഡ്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഇല്ല, അടിപൊളിയായിരിക്കും. ഓക്കെ ഓക്കെ. അങ്ങനെ കയ്യിൽ കിട്ടി. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ എക്സ്പ്രഷൻ നോക്കാൻ നിൽക്കുക. പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും ടെൻഷൻ ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. സത്യം പറയാലോ, കൊള്ളാം. ഞെട്ടി തോന്നുന്നു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇളനീർ പായസം ഇതുവരെ കുടിച്ചിട്ടില്ല. ഒന്നുകൂടെ കുടിച്ചു നോക്കട്ടെ. ചൂടാണ്. അടിപൊളി. ഇത് തണുക്കാതെ തന്നെ കുടിക്കാം കേട്ടോ. ചൂടായിട്ട് തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ചൂടായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ കുടിക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ യെസ്, ഈ ഓണത്തിന് ഉറപ്പായിട്ട് നിങ്ങൾ ഈ വെറൈറ്റി പായസം കൂടെ ട്രൈ ചെയ്തു. നമ്മളെപ്പോഴും എന്തിനാ പാലട, സേമിയ, അതിനൊക്കെ നമുക്ക് വെറൈറ്റി ആക്കാം, എല്ലാവരും ഒന്ന് ഞെട്ടിക്കാം. വേണമെങ്കിൽ ഇളനീർ പായസം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി നല്ലതാണ്, ചുമ്മാ പറയുന്നതല്ല. ശില്പയ്ക്ക് വേണ്ടി ചുമ്മാ പറയുന്നതല്ല, ഗ്യാരണ്ടി അടിപൊളിയാണ്. അപ്പോൾ മിൽമ രുചിമേളത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇഷ്ടമായോ? നമ്മുടെ അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും എൻ്റെ ഫാമിലിയിലോട്ട് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ACVയുടെ ഒരു ഓഡിഷനാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും അതേ ആൾക്കാരെ എവിടെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ, ഈ ACVയോടൊപ്പം ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ശരിക്കും ഒരുപാട്, അതായത് നമ്മുടെ ശില്പയ്ക്ക് ആഗ്രഹമുള്ള ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ വരട്ടെ, ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു ഗോളിൽ എത്തിച്ചേരാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ഓണം. പ്രേക്ഷകരോട് ഓണത്തിന് എന്താ പറയാനുള്ളത്? അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു.